ഹലോ, വെൽക്കം ടു പ്രോഗ്രാമർ ബേസിക്. ഇന്ന് നമ്മൾ ഹലോ വേൾഡ് പ്രോഗ്രാമാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഉബുണ്ടു ഓപ്പൺ ചെയ്യുക, മുകളിൽ ഡാഷ് ഹോം എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക, നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ടെർമിനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെർമിനൽ ഓപ്പൺ ആയി വരും. ഇതിലാണ് നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ടെർമിനൽ ഓപ്പൺ ആയി വരുമ്പോൾ കാണുന്നതാണ് കമാൻഡ് പ്രോംപ്റ്റ്. അതിൽ ആ $സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഹോം ഡയറക്ടറിയുടെ ഉള്ളിലാണ് നമുക്ക് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അപ്പം നമുക്ക് കമ്പൈലർ GCC കമ്പൈലർ വേണം ഇത് കമ്പയർ ചെയ്യാൻ. അപ്പം നിങ്ങളുടെ ടെർമിനലിൽ GCC കമ്പൈലർ ഇൻസ്റ്റാൾ ആണോ എന്നറിയാൻ GCC-V എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കാം. അപ്പോൾ നമ്മൾ താഴെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കാണാം GCC വേർഷൻ 4.3 എന്ന് കാണാം. അതായത് ഇതിൽ ഈ ഒരു GCC വേർഷൻ ഇൻസ്റ്റാൾഡ് ആണ്. നിങ്ങളുടെ കയ്യിൽ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ജസ്റ്റ് നമുക്ക് ഈ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ എന്നടിച്ചിട്ട് എൻ്റർ അടിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ സേവ് ചെയ്ത് വെക്കാനായിട്ട് നമുക്കൊരു ഫോൾഡർ പോലെ ഡയറക്ടറി ഉണ്ടാക്കാം. ഡയറക്ടറി എന്നാണ് പറയുന്നതിന്. അപ്പോൾ ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് അല്ലെങ്കിൽ mkdir എന്ന കമാൻഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. mkdir എന്ന് പറഞ്ഞാൽ മേക്ക് എ ഡയറക്ടറി എന്നാണ്. ഒരു ഫോൾഡർ അല്ലെങ്കിൽ ഒരു ഡയറക്ടറി ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്ന ഫയൽസും പ്രോഗ്രാംസൊക്കെ സേവ് ചെയ്യാൻ. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം നിങ്ങളുടെ ഡയറക്ടറിക്ക്. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് mkdir മൈ ക്ലാസ് എന്നാണ് ഞാനിവിടെ കൊടുക്കുന്നത് എൻ്റെ ഡയറക്ടറി. അപ്പം mkdir കമൻറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ആ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇനി ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് CD അഗെയിൻ ആ ഫോൾഡർ നെയിം അല്ലെങ്കിൽ ആ ഡയറക്ടറി നെയിം ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ബ്ലൂ കളറിൽ ആ നെയിം വന്ന കണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി VI ആണ്. VI filename.c. ഇവിടെ നമ്മൾ ഹലോ വേൾഡ് ആയതുകൊണ്ട് ഞാൻ hello.c ആണ് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു I എന്നത് ക്ലിക്ക് ചെയ്യാം. I ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് പ്രോഗ്രാമൊക്കെ ഇതിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. I ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. സോ ഫസ്റ്റ് ഹെഡർ ഫയൽ, ദെൻ മെയിൻ, പിന്നെ ബോഡി. സോ ഫസ്റ്റ് ഹെഡർ ഫയൽ #include stdio.h, ദെൻ മെയിൻ ഫംഗ്ഷൻ ഇൻറ്റ് മെയിൻ, ദെൻ നമ്മൾ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമുക്കിവിടെ ഹലോ വേൾഡ് ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. പ്രിൻ്റ് ഓഫ് ഹലോ വേൾഡ് എന്നുള്ള ഡബിൾ കോട്സിൻ്റെ ഇടയിൽ കൊടുത്തു. ഇനി നമ്മൾ സെമികോളൻ ഇടാൻ മറക്കരുത്. അതായത് നമ്മുടെ പ്രിൻ്റ് ഓഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ടെർമിനേറ്റ് ചെയ്തു. ദെൻ റിട്ടേൺ അതും ടെർമിനേറ്റ് ചെയ്തു. കേർലി ബ്രാക്കറ്റ് കൊടുത്തു. ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യുക, കോളൻ, ദെൻ WQ സ്മോൾ ലെറ്റർ ആണ്. എന്നിട്ട് എൻ്റർ കൊടുക്കുമ്പോൾ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് വരും. ഓക്കെ, കമാൻഡ് പ്രോംപ്റ്റിലേക്ക് വന്നു. ഇനി നമുക്ക് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുമ്പോൾ എറർ ഉണ്ടോ ഇല്ലയോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് GCC filename.c, ഇവിടെ നമ്മൾ ഹലോ ആണ്, GCC hello.c. ഇപ്പോൾ നമുക്ക് എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾ അടുത്ത പ്രോംപ്റ്റ് വന്നു. അതായത് നമുക്ക് എറർ ഒന്നുമില്ല. നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. സോ ഔട്ട്പുട്ട് എങ്ങനെ നോക്കാം, .a.out. അപ്പം എൻ്റർ ചെയ്യുമ്പോൾ നമുക്കിത് ഹലോ വേൾഡ് എന്ന് ഡിസ്പ്ലേ ചെയ്തു. പക്ഷെ അത് ഭയങ്കര കൺജസ്റ്റഡ് അല്ല. അപ്പോൾ നമുക്ക് കുറച്ച് ലൈൻസ് ഒന്ന് സ്പേസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ /n ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ /n എന്ന് പറഞ്ഞാൽ ന്യൂ ലൈൻ എന്നാണ്. അപ്പോൾ ഹലോ വേൾഡിൻ്റെ മുമ്പിലായിട്ട് /n കൊടുക്കാം. അതായത് ഹലോ വേൾഡിന് മുമ്പിലൊരു ലൈൻ, പിന്നെ ഇവിടെ ഞാൻ 2 /n കൊടുക്കണം. കാരണം രണ്ടാമത്തെ ഹലോ വേൾഡ് കഴിഞ്ഞ ഒരു ലൈൻ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈനിൽ കമാൻഡ് പ്രോംപ്റ്റ് വന്നാൽ മതി. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര നിങ്ങൾക്ക് കൊടുക്കാം. ഇത് നമ്മൾക്ക് എഗെയിൻ നമ്മൾ WQ എൻ്റർ അടിച്ചു. കമ്പയർ ചെയ്തപ്പോൾ എറർ ഒന്നുമില്ല. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഭംഗിയുണ്ട് അത് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ന്യൂ ലൈൻ കൊടുക്കാം. ഇനി അഗെയിൻ നമ്മൾ നമ്മുടെ ഈ ഫയലിൽ നോക്കിയേ, ഞാൻ ഇനി ഇതിൽ എന്തെങ്കിലും എറർ വരുമ്പം എങ്ങനെയാണ് കമ്പയർ ചെയ്യുമ്പോൾ എറർ വരുന്നത് കാണിക്കണം. അപ്പോൾ പ്രിൻ്റ് ഓഫ് ഞാൻ ടെർമിനേറ്റ് ചെയ്യാതിരിക്കുക. അതായത് സെമികോളൻ ഞാൻ കളഞ്ഞു. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പം എങ്ങനെയായിരിക്കും കാണിക്കുക എന്ന് നോക്കാം. അപ്പം എഗെയിൻ നമ്മൾ കമ്പയർ GCC കൊടുത്തു. അപ്പം നോക്കിയാൽ ഇവിടെ മെയിൻ ഫംഗ്ഷനിൽ എറർ ഉണ്ട്. ഒരു സെമികോളൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അത് അതിലില്ലാന്ന് എറർ കാണിക്കുന്നുണ്ട്, കണ്ടോ. അപ്പം ഇങ്ങനെയാണ് ഇതിൽ നമ്മൾ എറർ കാണിക്കുക. അപ്പോൾ നമ്മൾ ഫയലിൽ പോയിട്ട് മെയിൻ ഫംഗ്ഷനിലാണ് എറർ വന്നേക്കുന്നത്. എവിടെയാണ് എറർ എന്ന് നമ്മൾ നോക്കുക, അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ പ്രിൻ്റ് ഓഫിൽ ടെർമിനേറ്റ് ആയിട്ടുള്ള സെമികോളൻ കൊടുത്തിട്ടില്ല, നമ്മൾ സെമികോളൻ കൊടുത്തു. ഇനി നമ്മൾ എഗെയിൻ കമ്പയർ ചെയ്ത് നോക്കിയേ. എഗെയിൻ കമ്പയർ ചെയ്യുമ്പോൾ എറർ ഒന്നുമില്ല. ഔട്ട്പുട്ട് എഗെയിൻ നമുക്ക് ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഓക്കെ,
ഇനി നമ്മൾ റിട്ടേൺ 0 എന്നുള്ളത് വേണോ വേണ്ടയോ? ഇത് വളരെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ജസ്റ്റ് മെയിൻ ഫംഗ്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിട്ടേൺ 0 കൊടുത്തിരിക്കുന്നത്. അപ്പം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, കളയേണ്ട ആവശ്യമില്ല. /* എന്ന് കൊടുത്താൽ മതി. /*ൻ്റെ രണ്ട് /*ൻ്റെ ഇടയിൽ വന്നത് കമൻ്റാണ്. അപ്പം അത് നമ്മുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഇനി എങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കൂ. ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കിയേ. ഔട്ട്പുട്ട് ഹലോ വേൾഡ് സെയിം ആണ്. അപ്പോൾ റിട്ടേൺ 0 ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം ആണ് ഈ പ്രോഗ്രാമിൻ്റെ കേസിൽ. ഇനി നമ്മുടെ ഫോൾഡർ മൈ ക്ലാസ് ആണ് നമ്മുടെ ഫോൾഡറിൽ എന്തൊക്കെ ഫയലുണ്ട്. ഇപ്പോൾ നമ്മൾ ഹലോ വേൾഡിൻ്റെ ഹലോ എന്നുള്ള ഫയൽ മാത്രമേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. എന്താ ഇപ്പം vi filename.c ഫയൽ എന്നാണ് ഞാൻ ഫയൽ നെയിം കൊടുക്കുന്നത്. സോ vi file.c എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫയൽ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ls അടിച്ചു നോക്കിയേ. ls എന്ന് എൻ്റർ ചെയ്തിട്ട് നോക്കുമ്പോൾ നമ്മുടെ file.c ഉണ്ട്, hello.c രണ്ട് ഫയൽസ് ഉണ്ട്. ഇനി ഇതിൽ file.c എന്നുള്ള ഫയൽ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് rm എന്ന് പറഞ്ഞാൽ റിമൂവ് filename.c. ഇവിടെ നമുക്ക് ഏത് ഫയലാണ് വേണ്ടത്? file.c കളയണം. അപ്പോൾ റിമൂവ് file.c. ഇനി നമ്മൾ ls നോക്കിയാൽ ls എന്ന് പറഞ്ഞാൽ ലിസ്റ്റാണ്. ആ ഫയലിൻ്റെ ലിസ്റ്റിലെ ഫയലുണ്ടോ ഇല്ല, അത് റിമൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ls rm എന്നൊക്കെ പറയുന്നത് കമാൻഡ്സ് ആണ്. ഇനി നമ്മൾ മൈ ക്ലാസ് എന്നുള്ളത് ഒരു ഫോൾഡർ, ഒരു ഡയറക്ടറിയാണ്. ആ ഡയറക്ടറി നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ ജസ്റ്റ് cd ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ പുറത്ത് വന്നു. നിങ്ങൾക്ക് ഇനി വേറെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ടെർമിനലിൽ നിന്ന് ക്ലോസ് ആക്കണമെങ്കിൽ ക്ലോസ് നമ്മുടെ മുകളിൽ ഓപ്ഷൻ ഉണ്ട്. അല്ലാതെ എക്സിറ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ടെർമിനലിൽ നിന്ന് പുറത്തേക്ക് വരും.